ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യോശുവയോട് സ്വർഗ്ഗത്തിൽ ദൈവം അരുളി ചെയ്തു. മോശയ്ക്ക് ശേഷം യോശുവയെ അഭിഷേകം ചെയ്തു. യോശുവയെ ചുമതല ഫലമേൽപ്പിച്ചു. യോശുവയെ തൻ്റെ വേല ദൈവം ഫലമേൽപ്പിച്ചു. വേല ഫലമേൽപ്പിച്ചിട്ട് ദൈവം പറയുന്നു യോശുവയോട്, നീ അധീരനാകരുത്, നീ ഭീരുവാകരുത്, നീ അധൈര്യപ്പെട്ടു പോകരുത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എന്തിനു പേടിക്കണം? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എന്തിനു പേടിക്കണം? ഇന്ന് ആത്മീയ ശുശ്രൂഷയിൽ മാത്രമല്ല, പല ഭൗതിക കാര്യങ്ങളിലെല്ലാം ഭയം നമ്മെ ഗ്രസിക്കുകയാണ്, ഭയം നമ്മെ വിഴുങ്ങുകയാണ്, ഭയത്തിന് അടിമകളാണ്. ഭയം ഒരു ദുരാത്മാവാണ്, ഭയം ഒരു പൈശാചിക ശക്തിയാണ്. നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുന്ന ഒരു ഭീകരനാണ് ഭയം. ഒരു ദുഷ്ടപിശാചിൻ്റെ പിന്നിലുണ്ട്. ഒന്നല്ല, ഒരുപക്ഷേ അനേകം ദുരാത്മാക്കളുടെ വലയം അതിൻ്റെ പിന്നിലുണ്ട്. ഒരു വലിയ ദുരാത്മാക്കളുടെ സമൂഹം അതിൻ്റെ പിന്നിലുണ്ട്. പലരും ഭയപ്പാടിന് അടിമകളാണ്. എന്തോ ചില ആധികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്തോ ചില ആധികൾ. ഒരുപക്ഷേ ചിലർക്ക് ദൈവമക്കളെ കാണാൻ പേടി, ദൈവമക്കളെ ഫോൺ ചെയ്യാൻ പേടി, ദൈവമക്കളോടൊന്ന് മിണ്ടാൻ പേടി. എന്തിന്? നാം എല്ലാം സഹോദരി സഹോദരന്മാരല്ലേ, നാം എല്ലാം ഒരപ്പൻ്റെ മക്കളല്ലേ, എന്തിനെ ഭയപ്പെടണം? ആരെയും ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ, സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ, ആരെയും ഭയപ്പെടേണ്ട. ആരെയും കാൾ വലിയവനല്ല, ആരെയും കാൾ ചെറിയവനുമല്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. സത്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സെൻറ്റ് പോൾ പറഞ്ഞു, ഞാൻ പാപികളിലേക്കും ഒന്നാമനെന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞത്? അതാണ് ശരിയായ കാഴ്ചപ്പാട്. അവിടെയുള്ള ആളുകളെല്ലാവരെക്കാളും ഞാൻ താഴെയാണെന്ന് കാണാനുള്ളതായ കണ്ണാണ് സെൻറ്റ് പോളിൻ്റെ മഹത്വം. അതാണ് സെൻറ്റ് പോളിൻ്റെ വലിപ്പം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെക്കാളും ഞാൻ താഴെയാണെന്നുള്ള സെൽഫ് റിയലൈസേഷനാണ്, സ്വന്തമായ ബോധ്യമാണ് വാസ്തവത്തിൽ മഹത്വത്തിൻ്റെ ലക്ഷണം. ഇന്ന് പലരും ഭയപ്പാടിലാണ്. ആളുകളുള്ള ഭയം, സാഹചര്യങ്ങളുള്ള ഭയം, ആപത്തുകളെ ഭയം, മരണഭയം. അയ്യോ എന്തെങ്കിലും സംഭവിക്കുമാവോ ആർക്കറിയാം, എനിക്ക് രോഗമാണോ ആവോ ആർക്കറിയാം, എന്തെങ്കിലും രോഗം വന്ന് കൂടിയിട്ടുണ്ടോ ആർക്കറിയാം, അല്ല രോഗാണുക്കൾ ശരീരത്തിൽ രക്തത്തിലുണ്ടോ ആർക്കറിയാം, എനിക്ക് അവിടെ ഇരുന്ന് ചില വേദനകളുണ്ട്, ഇനി വല്ല ക്യാൻസറോ മറ്റോ ആണോ ആർക്കറിയാം, അല്ല എൻ്റെ ചിലപ്പോഴെല്ലാം നല്ലപോലെ വിശപ്പ് വരുന്നില്ല, ഒരുപക്ഷെ എനിക്ക് സ്റ്റൊമക്കിൽ ക്യാൻസറാണോ, അല്ല എനിക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടുന്നു, ഒരുപക്ഷെ അത് ലങ്സിൽ ക്യാൻസറോ മറ്റോ ആണോ. ഇങ്ങനെ ഭയപ്പാടുകൾ, ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കി ഭയപ്പാടിൽ. മനുഷ്യൻ ഭയപ്പാടിലാണ്. ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നാളെ എന്താകും, ഈ കടം എങ്ങനെ വീട്ടും, ഞാൻ പരീക്ഷ എഴുതിയാൽ പാസ്സാകുമോ, ഞാൻ പാസ്സായില്ലെങ്കിൽ ആളുകൾ എന്നെ കളിയാക്കുകയില്ലേ, എൻ്റെ അമ്മയ്ക്ക് ദോഷമല്ലേ, അമ്മയ്ക്ക് മോശമല്ലേ, അല്ല എൻ്റെ അപ്പന് മോശമല്ലേ, അയ്യോ ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിൽ എന്തായിത്തീരും? ഭയം. എൻ്റെ കർത്താവ് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകളായി ഒരു കുഞ്ഞുണ്ടായില്ല, എനിക്ക് കുഞ്ഞുണ്ടാവില്ലായിരിക്കുമോ, കുഞ്ഞിനെ കിട്ടിയില്ലായിരിക്കുമോ, അയ്യോ എന്ത് വേണ്ടു എൻ്റെ കർത്താവ്, ഞാൻ ആരെ പോയി കാണേണ്ടത്? ഭയം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അനേകം കാര്യങ്ങൾ മനുഷ്യൻ ഭയപ്പാടിലാണ്. ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, സ്ട്രൈഫ് ആൻഡ് സ്ട്രെസ്, പലതരത്തിലുള്ളതായ കൺഫ്യൂഷൻസ്, പലതരത്തിലുള്ളതായ ഭീതികൾ, പലതരത്തിലുള്ളതായ ആങ്സൈറ്റീസ്, ഉത്കണ്ഠകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ നീറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മെ വലയം ചെയ്ത് നമ്മെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭയപ്പാടുകൾ. ആത്മീയമായ രംഗത്തുകൊണ്ട് ഭയം, ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ ഭയം. എന്തിന്? നിങ്ങൾ സമർപ്പണം എടുത്തു, ദൈവത്തിന് വേല ചെയ്യാൻ തുടങ്ങി, പക്ഷേ വചനം പറയാൻ നേരത്തൊരു ഭയം. അയ്യോ ഞാൻ വചനം പറഞ്ഞാൽ ഒക്കാതെ പോകുമോ, ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ ശരിയാകാതെ പോകുമോ, ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അനുഭവത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാതെ പോകുമോ, എനിക്ക് വേണ്ടതുപോലെ പറയാൻ പറ്റാതെ പോകുമോ, അയ്യോ എനിക്ക് എൻ്റെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, എൻ്റെ മുട്ട് വിറയ്ക്കുന്നു, അയ്യോ എനിക്ക് പറ്റാതെ പോകുമോ, ഞാൻ വിറച്ച് വീഴുമോ. പേടി. ദൈവത്തിന് സ്തോത്രം. ഈ ഭയങ്ങളെല്ലാം മാറും എപ്പോൾ? ഞാൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. യേശുക്രിസ്തു പറയുന്ന വാക്ക്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ക്രിസ്തു നമ്മോടുകൂടി ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? യേശുക്രിസ്തു എന്നോടുകൂടി ഇരിക്കണമെന്ന് സംശയമില്ല. പരീക്ഷാ ഹാളിൽ യേശുക്രിസ്തു എന്നോടുകൂടി ഇരിക്കണം, എൻ്റെ ഓഫീസിൽ യേശുക്രിസ്തു എന്നോടുകൂടി ഇരിക്കണം,
എൻ്റെ വീട്ടിൽ യേശു എന്നോട് ഇരിക്കണം, എൻ്റെ ഭക്ഷണമേശയിൽ യേശു എന്നോട് ഇരിക്കണം, എൻ്റെ കിടപ്പുമുറിയിൽ യേശു എന്നോട് ഇരിക്കണം, എൻ്റെ യാത്രയിൽ യേശു എന്നോട് ഇരിക്കണം, എൻ്റെ വായനാമുറിയിൽ യേശു എന്നോട് ഇരിക്കണം. യേശു എപ്പോഴും എന്നോട് ഇരിക്കണം. ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? യേശു എന്നോട് ഇരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ മതി. യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ നിന്ന് മാറ്റുക. യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ നിന്ന് മാറ്റുക. സാധിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അസാധ്യമായതൊന്നും കർത്താവ് പറയുകയില്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ നിന്ന് മാറ്റുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നെല്ലാം എനിക്ക് പഠിച്ചു ഉയരണമെന്നൊരാഗ്രഹമുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പഠിത്തം നന്നാകണമെങ്കിൽ യേശു കൂടെ വേണമെന്നറിയാം. അന്നൊന്നും വലിയ ആത്മീയ കാഴ്ചപ്പാടൊന്നുമില്ല. പക്ഷേ പഠിച്ച് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ യേശു കൂടെ വേണം, അത്രയും എനിക്കറിയാം. അന്ന് യേശു കൂടെ ഉണ്ടാകണമെങ്കിൽ പാപം വരരുതെന്ന് അത്രയും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷേ അല്പം ബാലിശമായ ചിന്തയായിരിക്കാം, അല്പം താണ ചിന്താഗതിയായിരിക്കാം. യേശു കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പാപം ചെയ്യാതിരുന്നു. എന്തിന്? ഭൗതികമായ പല കാര്യങ്ങളും നടക്കാൻ. യേശു കൂടെ ഉണ്ടായിരിക്കണം. യേശു കൂടെ ഇല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് സാധ്യമല്ലെന്ന് എനിക്കറിയാം. സ്വന്തമായിട്ട് എനിക്ക് നേടാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. സ്വന്തം ശക്തിയില്ല, സ്വന്തം കഴിവില്ല, സ്വന്തം പ്രാപ്തിയില്ല, സ്വന്തം ബുദ്ധിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് യേശു വേണം. യേശു വേണമെങ്കിൽ യേശു കൂടെ ഇരിക്കണം. യേശു കൂടെ ഇരിക്കണമെങ്കിൽ പാവം വരരുത്. അത്രയും ലളിതമായൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായത്തിൽ പാവമൊന്നും വരാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ ആവശ്യമായിരുന്നു. പാവം വന്നാൽ യേശു പോകുമല്ലോ, അപ്പോൾ എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ഉയരാൻ പറ്റില്ല, എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറുകയില്ല, ഞാൻ എന്നും അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൗതികമായ ലാക്കായിരുന്നു എൻ്റെ ഭക്തി ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ അന്നത്തെ അടിസ്ഥാനം. പോരായിരുന്നു, തെറ്റായിരുന്നു, അതല്ലായിരുന്നു. പക്ഷേ അതേ അന്ന് തുടങ്ങിയപ്പോൾ അതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഭദ്രമായിരിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രശോഭിതമായിരിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി വരും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം ശോഭനമായി തീരും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കാൻ സാധിക്കും, നല്ലപോലെ എഴുതാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ വൈതരണികളെ മറികടക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ അനേകം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിദഗ്ധമായി അഭിമുഖീകരിക്കാൻ സാധിക്കും. യേശു കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്തിന്? യേശു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജയമുള്ളൂ. യേശു കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ പാവം കൂടെ ജീവിക്കണം, പാവത്തോട് യാത്ര പറയണം. ഇത് സ്വന്തം ആവശ്യമായി വരുന്നവർ പാവത്തിന് മേൽ ജയം നേടും. ഇത് നിങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുക്കൂ. എൻ്റെ ആവശ്യമാണ് പാവത്തിന് മേൽ ജയം വേണമെന്നുള്ളത്. എൻ്റെ ആവശ്യമാണ്, മറ്റാരുടെയും ആവശ്യമല്ല. എനിക്ക് ഉയരണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് വളരണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് ഉന്നതനാകണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് വിജയിക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് എൻ്റെ സ്വന്തം കാര്യമാണ്. അതിന് യേശു കൂടെ വേണം. യേശു കൂടെ ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും, സംശയമില്ല. തൽക്കാലം ജയിച്ചാലും ഞാൻ ഒടുവിൽ പരാജിതനാകും, ഒടുവിൽ ഞാൻ നിരാശനാകും, ഉറപ്പാണ്. കർത്താവേ, ഞാൻ ലളിതമായി നിന്നോട് ചോദിക്കുന്നു, ലളിതമായി ആശയം പറയുന്നു. കർത്താവേ, നീ എന്നോട് ഇരിക്കണമേ. എനിക്ക് മനസ്സറിഞ്ഞൊരു പാവം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം യോശുവായിട്ട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടരുത്, നീ കുലുങ്ങരുത്, നീ കലങ്ങരുത്. നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഒന്നുകൂടി വാക്യം വായിക്കുക. 1-9 വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. വാക്യം മുതൽ വായിക്കാം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമിരിക്കുക. ദൈവത്തിന് സ്തോത്രം. 9 വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും
നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 9 വാക്യങ്ങളിൽ എത്ര പ്രാവശ്യമാണ് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക എന്ന് പറയുന്നത്? പറയുന്നു 5-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക, ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. 7-ാം വാക്യം, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന് സ്തോത്രം. 9-ാം വാക്യം, ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സ്നേഹിതരെ, കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തരികയാണ്. ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം, ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. 2 വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഞാൻ വേദനിക്കുന്നതും ഞാൻ ദുഃഖിക്കുന്നതും ഞാൻ വെറുക്കുന്നതും ഒന്നും നിൻ്റെ ജീവിതത്തിൽ കാണരുത്. എനിക്കിഷ്ടമില്ലാത്ത ഒന്നും നിൻ്റെ ജീവിതത്തിൽ കാണരുത്. ഞാൻ വെറുക്കുന്നതൊന്നും നിൻ്റെ രഹസ്യമായോ പരസ്യമായോ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നിൻ്റെ ആവശ്യമാണ്, അത് നീയാണ് നോക്കേണ്ടത്. എനിക്ക് നിൻ്റെ സകല കൃപയും നിനക്ക് ഞാൻ തരാം, സകല ശക്തി നിനക്ക് തരാം, നിനക്ക് അസാധ്യമായി ഞാൻ സാധിച്ചു തരാം. പക്ഷേ നീയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പാപം നിൻ്റെ ജീവിതത്തിൽ വരരുത്, അശുദ്ധി നിന്നെ സ്പർശിക്കരുത്, അരുതായികളൊന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അക്കാര്യത്തിൽ നീ ഉറപ്പുള്ളവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധൈര്യം കെടുത്തുന്നതായി പലതുമുണ്ട്, പ്രാഗൽഭ്യമില്ലാതാക്കുന്ന പലതുമുണ്ട്. നമ്മുടെ ദൈവസനിലേക്ക് ചെല്ലുവാൻ ധൈര്യമില്ലാത്ത വിധത്തിൽ, ദൈവം കൂടെ ഇല്ല എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ നമുക്ക് തെറ്റുകൾ പലതും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ പഴയകാല ജീവിതത്തിലെ ചില ഉണങ്ങാത്ത മുറിവുകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവസനിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഉണങ്ങാത്ത മുറിവുകൾ, ചിലരോടുള്ള പരിഭവങ്ങൾ, ചിലരോടുള്ള പരാതികൾ, ചിലരെക്കുറിച്ചുള്ള മുഷിച്ചിലുകൾ, ചിലരെക്കുറിച്ചുള്ളതായ ഈർഷ്യകൾ, ചിലരെക്കുറിച്ചുള്ളതായ ഇഷ്ടക്കേടുകൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നു. മായാത്ത വ്രണങ്ങളായി, ഉണങ്ങാത്ത മുറിവുകളായി നിൽക്കുന്നു. ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ഉണങ്ങാത്ത മുറിവുകളുമായി നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. കുരിശിൻ്റെ ചുവട്ടിൽ മുറിവ് ഉണങ്ങും. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോട് തെറ്റിയവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. നിങ്ങളെ ഉപദ്രവിച്ചവരെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഉപദ്രവം വരുത്തിയവർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരും. അത് ദൈവം തരുന്നതാണ്, സ്വതവേ നിങ്ങൾക്കുള്ളതല്ല, പക്ഷേ ദൈവം തരുന്നതാണ്. നിങ്ങൾക്ക് ദൈവം തരും. അതൊരു അത്ഭുത സിദ്ധിയാണ്. അത് സ്വർഗം തരുന്നൊരു ദാനമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരോടും നീരസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും കരുതാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മഹാഭാഗ്യത്തിലേക്കാണ് കർത്താവ് നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരണു പോലും അശുദ്ധി സംഭവിക്കരുത്. വന്നുപോയ അശുദ്ധി ഇന്ന് ചില ഉണങ്ങാത്ത മുറിവുകളായി അകത്ത് കിടപ്പുണ്ട്. ചെറുപ്പത്തിൽ വന്നുപോയ ചില അശുദ്ധി, ചെറുപ്പത്തിൽ വന്നുപോയ ചില കൊള്ളരുതായികൾ, അരുതാത്ത ചില ബന്ധങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലേറ്റതായ ചില അശുദ്ധികൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല അവയവങ്ങളൊന്നു പോയ അശുദ്ധികൾ, അതെല്ലാം ഇന്ന് നിങ്ങൾ നേരെ തുറച്ചു നോക്കുന്നുണ്ട്, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ സ്വൈര്യം കെടുത്തുന്നുണ്ട്, നിങ്ങളെ ഭയം വേട്ടയാടുന്നുണ്ട്. ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്, ചില പണ അപകരണങ്ങൾ വന്നത്, ചിലരെ വേദനിപ്പിച്ച് രൂപ തട്ടിയെടുത്തത്, ചിലർ അറിയാതെ അവരുടെ പൈസ നിങ്ങൾ സ്വന്തമാക്കിയത്, ചിലർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടാതെ നിങ്ങളുടെ കൈവശം വന്നു ചേർന്നത്. ചിന്തിച്ചു നോക്കൂ. മായാത്ത വ്രണങ്ങളുണ്ട്, ഉണങ്ങാത്ത മുറിവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട വിധവയുടേത് നീയെ അപഹരിച്ചെടുത്തത്, മകനെ നിൻ്റെ ജീവിതത്തിൽ അനാഥനെ നീ പീഡിപ്പിച്ച് അവൻ്റെ ഇത് വഞ്ചിച്ചെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ആരും ചോദിക്കാൻ ഇല്ലാത്ത, ആരും പറയാനില്ലാത്തവൻ്റെ സ്വത്ത് നീ അപഹരിച്ചെടുത്തത്. പലതും സംഭവിച്ചിട്ടുണ്ട്. നിൻ്റെ കയ്യൊക്ക് കൊണ്ടും നിൻ്റെ ബലം കൊണ്ടും നിൻ്റെ സ്വാധീനം കൊണ്ടും നിൻ്റെ കഴിവ് കൊണ്ടും നീ ചിലരെ വഞ്ചിച്ചതും നീ ചിലർക്ക് ഉപദ്രവം വരുത്തിയതും ചിലർക്ക് നഷ്ടം വരുത്തിയതും എല്ലാം ഇപ്പോൾ നിൻ്റെ മനസ്സിലേക്ക് വരട്ടെ. മായാത്ത വ്രണങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ എല്ലാം ക്ഷമിക്കാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പാപങ്ങളെല്ലാമായി കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരിക. ഗോകുൽത്തായിലെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരിക. നിങ്ങളതിന് ഗോകുൽത്താ വരെ യാത്ര ചെയ്യേണ്ട. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ യെരൂശലേം യാത്രയ്ക്ക് പോകണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിദേശ യാത്രയ്ക്ക് പോകണമെന്നില്ല.
എന്നാൽ ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഗോകുൽത്താ കുരിശിൽ മരിച്ച രക്ഷകൻ വരുന്നുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ ഓടി വരും. ദൈവത്തിന് സ്തോത്രം. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും എന്നാണ് SI 58 പറയുന്നത്. നീ എവിടെ ഇരുന്ന് കരഞ്ഞാലും, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ കർത്താവേ ചില ഇതുവരെയും മായാത്ത ചില വ്രണങ്ങൾ വന്ന് കിടപ്പുണ്ട്, ചില പാപങ്ങൾ വന്നിട്ടുണ്ട്, ചിലർ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്, ചിലർ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. നാഥാ, നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ പാവം ക്ഷമിച്ചു തരണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എണ്ണി ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഓരോന്ന് പെറുക്കി എടുത്തുകൊണ്ട് കുരിശിൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ഒരു തുള്ളി രക്തം വീണാൽ മതി, എല്ലാം കത്തിപ്പോയിക്കൊള്ളും. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ഒരു തുള്ളി രക്തം മതി, എല്ലാം കത്തിപ്പോയിക്കൊള്ളും. എൻ്റെ സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങൾ ക്ഷമിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം മതിയായതാണ്. പ്രിയ സഹോദരി, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല തിന്മകളും പൊറുക്കാനും ക്ഷമിക്കാനും മായ്ക്കാനും മറയ്ക്കാനും യേശു ക്രിസ്തുവിൻ്റെ രക്തം മതിയായതാണ്. ഇന്ന് ആ രക്തമാണ്, ആ തിരുരക്തമാണ്, പുണ്യവാൻ്റെ പുണ്യരക്തമാണ് നിൻ്റെ അരികത്വം സംസാരിക്കുന്നത്. നീ ഇപ്പോൾ വിളിക്കൂ യേശുവിനെ. യേശുവേ, നിൻ്റെ രക്തത്താൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളെല്ലാം മായ്ച്ചു തരണമേ. നീ എന്നോട് ഇരിക്കത്തക്കവണ്ണം, എൻ്റെ ഹൃദയത്തിൽ വാഴത്തക്കവണ്ണം, എൻ്റെ ഹൃദയത്തിൽ സിംഹാസനം വിട്ട് നീ വാഴുവാൻ തക്കവണ്ണം എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. പാവത്തോട് ഞാൻ യാത്ര പറയുന്ന കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ആ കൊള്ളരുതായ്മകളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ. അനുതാപത്തോടെ ഞാൻ ഏറ്റുപറയുന്ന കർത്താവേ. ഇനിമേൽ ഞാൻ പുതിയ ജീവിതം നയിക്കുന്ന കർത്താവേ. വിശുദ്ധ ജീവിതം ഞാൻ ഇതാ തുടങ്ങുന്ന കർത്താവേ. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളും പാകപ്പിഴകളും അവിവേകങ്ങളും അബദ്ധങ്ങളും എല്ലാം പുറത്ത് എനിക്ക് മാപ്പ് തരണമേ. എൻ്റെ ചില വാക്കുകൾ ചിലരെ മുറിപ്പെടുത്തിയത് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ ചില പെരുമാറ്റങ്ങൾ ചിലർക്ക് ഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കിയത് എന്നോട് പൊറുക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അനേകം കെടുതികൾ മൂലം പലരും ദുഃഖിക്കാനിടയായത്, പലർക്കും നഷ്ടം വന്നത് എല്ലാം എൻ്റെ മേൽ കണക്കിടല്ലേ. നിത്യതയുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം മായ്ച്ചു കളയണമേ. എൻ്റെ നാഥ, എന്നെ നീ സ്വീകരിക്കണമേ. നീ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ ദൈവജനമേ, നിങ്ങൾ കരയൂ ദൈവത്തോട്, അനുദപിക്കൂ ദൈവസന്നിധിയിൽ, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കൂ കർത്താവേ. എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപം പൊറുക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എനിക്കൊരു മോചനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ പാപം ക്ഷമിച്ച് യേശു നിങ്ങൾക്ക് പാപക്ഷമ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് പാടണമല്ലോ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാറിയിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാറിയിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോൾ ഞാൻ ഓർത്തിടുവേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂകുമ പൊന്മുഖം. ഞാൻ ഓർത്തിടുവേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂകുമ പൊന്മുഖം. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാറിയിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ദൈവം നമ്മോടുകൂടി ഇരിക്കണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെല്ലാം മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ അത്യാഗ്രഹമെല്ലാം മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ യേശു വെറുക്കുന്നതെല്ലാം മാറ്റണം. എല്ലാം മാറ്റണം. 1, പാപം മാറ്റണം. 2, 7 വാക്യം 1:7. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മോശയിൽ കൂടി നിന്നോട് കൽപ്പിച്ചിട്ടുള്ള
ചില കൽപ്പനകളുണ്ട്, ദൈവത്തിന് ന്യായപ്രമാണ കൽപ്പനകളുണ്ട്. അതൊക്കെ നീ പ്രമാണിച്ചു കൊള്ളണം. ദൈവം തന്ന കൽപ്പനകളാണ്. നീ മോശയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ മോശയല്ല കൽപ്പന തന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം കൽപ്പന ദൈവമാണ് കൽപ്പന തന്നിരിക്കുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാകുന്ന നിത്യനായ ദൈവം അവിടെ നിന്നാണ് വചനം തന്നിട്ടുള്ളത്. ആ വചനം നീ പ്രമാണിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവ് തന്ന വചനം ദൈവത്തിൻ്റെ നബിയന്മാരിൽ കൂടെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ കൂടെയും ദൈവത്തിൻ്റെ സ്ലീഹന്മാരിൽ കൂടെയും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെയും അതാത് കാലങ്ങളിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ പ്രമാണിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ വചനം തരുന്ന പ്രവാചകന്മാരിലേക്ക് നോക്കരുത്, അവർ തരുന്ന വചനത്തിലേക്ക് നോക്കിക്കൊള്ളണം. മോശയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടക്കണം. ദൈവജനമേ, ക്രിസ്തു നിങ്ങളോടുകൂടി ഇരിക്കും. ദൈവത്തിൻ്റെ ഈ വചനം, ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം, ഈ വിശുദ്ധ ബൈബിൾ, അത് നിങ്ങൾക്ക് വായിക്കണം. അത് വായിച്ച് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, നിങ്ങൾ സഭ മാറണ്ട, നിങ്ങൾ സമുദായം മാറണ്ട. ഈ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. വചനത്തിന് വിരുദ്ധമായി ഒരണുപോലും മാറരുത്. അതാത് കാലത്ത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത കാര്യം എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മുടെ അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ജീവനുള്ള പുത്രൻ തമ്പുരാൻ തൻ്റെ ആത്മാവിനായി നമുക്ക് ചില വചനങ്ങൾ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനം തൻ്റെ സ്ലീഹന്മാരെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, തൻ്റെ അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞത്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായി ജീവനുള്ള ഏകവിസ്ത റൂഹ, ആ റൂഹാദകുശാദംബരാൻ തരുന്ന വചനങ്ങൾ, അത് മോശം കൊണ്ട് കൽപ്പിച്ച വചനങ്ങൾ ഒക്കെ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അതിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. ഒരണുപോലും നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കരുത്, നിങ്ങൾ ബുദ്ധിയിൽ വിശകലനം ചെയ്യരുത്, ബുദ്ധിയിൽ അപഗ്രഹിച്ച് നോക്കരുത്. ഇത് ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചു കൊള്ളണം. അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. 1, പാവം വിടുക. 2, വചനം പ്രമാണിക്കുക. എന്ത് പറയുന്നു? നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? യേശു നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ ഇന്ന് യേശുവിനെ കൂടാതെയാണോ വന്നത് എന്ന് യേശുവിനോട് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. യേശു നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളുടെ തോളിൽ വലം കൈയിട്ട് നിങ്ങളെ ചേർത്തണച്ചുകൊണ്ട് യേശു നടക്കും. ഉയർത്തെഴുന്നേറ്റ ലാസറിനെയും കൊണ്ട് യേശു ബേഥാനിയിലേക്ക് നടന്നതുപോലെ ഇന്ന് കരുണയുള്ള കർത്താവ് നിങ്ങളെയും കൊണ്ട് അവിടുന്ന് നടക്കും. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഒരുക്കുന്ന വിരുന്നിലേക്ക് അവൻ നിങ്ങളെ ആനയിക്കും. വിരുന്ന് മേശയിലേക്ക് നിങ്ങളെ ചേർക്കും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ പിതാവ് തൻ്റെ അരിമുഖമാരൻ മടങ്ങി വന്നപ്പോൾ, ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിച്ച് അവനെ ഭക്ഷണമേശയിലേക്ക് അവനെ ഇരുത്തിയതുപോലെ വിരുന്ന് മേശയിലേക്ക് നിങ്ങളെ ഇരുത്തും. സ്വർഗീയ ഭോജനം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ മക്കൾ ശോഭനമായ ഭാവി നേടും. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്ത് പറയുന്നു? നിങ്ങൾ വേണമോ? നിങ്ങൾക്ക് യേശുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ കരം നിങ്ങളുടെ തോളിലിടാൻ നിങ്ങൾക്ക് മനസ്സാണോ? കർത്താവേ, അവിടെ സൗജന്യമായിരുന്നു തോളിൽ കരം ഇടുവാൻ അവിടുന്ന് വന്നിരിക്കുന്നു. നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ നേരെ ഉയർത്തിയിരിക്കുന്നല്ലോ, ഞാൻ വിശ്വസിക്കുന്നു. ആ കരം എൻ്റെ മേൽ തൊടണമേ. ആ കരം തൊട്ടാൽ എൻ്റെ പാപം കത്തിപ്പോകുമല്ലോ. യേശുവേ, ഇതിൻ്റെ കരം തൊട്ടാൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുമല്ലോ. യേശുവേ, ഇതിൻ്റെ കരം തൊട്ടാൽ എൻ്റെ ഭാവി ശോഭനമാകുമല്ലോ. യേശുവേ, ഇതിൻ്റെ കരം തൊട്ടാൽ എൻ്റെ ഹൃദയം മാറുമല്ലോ, എൻ്റെ സ്വഭാവം മാറുമല്ലോ, എൻ്റെ കോപം മാറുമല്ലോ, എൻ്റെ വൈരാഗ്യം മാറുമല്ലോ, എൻ്റെ ക്രോധം മാറുമല്ലോ, എൻ്റെ വാശി മാറുമല്ലോ. ഞാൻ ലളിത ജീവിതമുള്ളവനായി തീരുമല്ലോ. ഞാൻ യേശുവിൻ്റെ ലാളിത്യം കൈവശമാക്കുമല്ലോ. യേശുവിൻ്റെ വിശുദ്ധി എൻ്റെ കൈമുതലാക്കുമല്ലോ. യേശുവേ, എനിക്ക് നിന്നെ വേണം. യേശുവേ, എനിക്ക് നിന്നെ വേണം. യേശുവില്ലാത്ത ജീവിതം പൂജ്യം. യേശുവേ, നീ ഇല്ലാത്ത ജീവിതം വ്യർത്ഥം. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇപ്പോൾ തന്നെ വരണമേ. യേശുവേ, ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ ദൈവജനമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കൂ ദൈവജനമേ. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. നാനാദേശങ്ങളിൽ നീ മക്കളെല്ലാം കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. ധൈര്യശാലികളായി എഴുന്നേൽപ്പാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. ഭയപ്പാടുകൾ മാറ്റണമേ. ഭീതികൾ മാറ്റണമേ. ആശങ്കകൾ മാറ്റണമേ. ഭാവി ശോഭനമാക്കണമേ. നന്മകളാൽ നിറയ്ക്കണോട് രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട്
നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.